നമസ്കാരം. പെരുമ്പാവൂരിൽ എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ലക്ഷ്മിപ്രിയ ഔട്ട്, എൽദോസ് കുന്നപ്പള്ളി ഇൻ എന്നാണോ? നമുക്കൊന്ന് പരിശോധിക്കാം. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസമാണ് പെരുമ്പാവൂരിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായ ലക്ഷ്മിപ്രിയയ്ക്ക് വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന വാർത്ത പുറത്തു വന്നതും പിന്നാലെ ചില ചർച്ചകൾ ഉടലെടുത്തതും. ലക്ഷ്മിപ്രിയ താമസിക്കുന്നത് കരിങ്ങാച്ചിറയാണ്. ആ പ്രദേശത്തൊന്നും വോട്ടർ പട്ടികയിൽ ലക്ഷ്മിപ്രിയയുടെ പേരില്ല. പിന്നെ തൃക്കാക്കരയിൽ ഒരു ഫ്ലാറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവിടെയും ഈ പറയുന്ന വിവരങ്ങളൊന്നും വോട്ടർ പട്ടികയിൽ ഇല്ല എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇതിന് പിന്നാലെയാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി പെരുമ്പാവൂരിൽ ലക്ഷ്മിപ്രിയയ്ക്ക് മത്സരിക്കാൻ കഴിയില്ല എന്ന വാർത്തകൾ പുറത്തു വന്നു തുടങ്ങിയത്. ഇന്നലെ പെരുമ്പാവൂരിൽ ഒരു റോഡ് ഷോ ഒക്കെ നടത്താനിരുന്നതാണ്. അതിന്റെ ഒരുക്കങ്ങളൊക്കെ നടന്നതാണ്. അതിന് പിന്നാലെ ഈ വിവരം പുറത്തിറങ്ങിയതോടുകൂടി തന്നെ റോഡ് ഷോ മാറ്റിവെക്കുകയായിരുന്നു. മാധ്യമപ്രവർത്തകർ സാബു ജേക്കബിനോടും ബന്ധപ്പെട്ട അധികൃതരോടും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആരോഗ്യ പ്രശ്നം മൂലമാണ് ഇത് മാറ്റിവെക്കുന്നതെന്നാണ്. സ്വാഭാവികമായും നാണക്കേട് ഭയന്നാകാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ രാഖി രാമാനം, പഹതിരാത്രി, അവിടെയൊക്കെ പെരുമ്പാവൂരിൽ നിരത്തിയിരുന്ന എല്ലാ ഫ്ലെക്സ് ബോർഡുകളും ഒക്കെ എടുത്തു മാറ്റി എൻ.ഡി.എയുടേത് എന്നുള്ളതാണ്. അതായത് ലക്ഷ്മിപ്രിയ മത്സരിക്കുമെന്നും ലക്ഷ്മിപ്രിയയ്ക്ക് വോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെച്ച എല്ലാ ഫ്ലെക്സ് ബോർഡുകളും ഈ സംഘപരിവാരങ്ങളൊക്കെ തന്നെ ഈ 2020-കാരൊക്കെ എടുത്ത് മാറ്റുന്ന കാഴ്ചയൊക്കെ എല്ലാവരും കണ്ടു. പിന്നീട് മാധ്യമങ്ങളിൽ നിറഞ്ഞ വാർത്ത ആരാകും 2020-യുടെ അല്ലെങ്കിൽ എൻ.ഡി.എയുടെ പുതിയ സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. അപ്പോൾ ആ ചർച്ച കൂടുതൽ പോയത് എൽദോസ് കുന്നപ്പള്ളിയിലേക്ക് തന്നെയാണ്. എൽദോസ് കുന്നപ്പള്ളി ആയിരിക്കുമോ എന്ന് പലരും ആലോചിക്കുന്നുണ്ട്. എൽദോസ് കുന്നപ്പള്ളി ആകുമോ അല്ലയോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആകുമെന്നും അല്ല എന്നും ഒന്നും പറയാൻ പറ്റില്ലെങ്കിൽ പോലും എൽദോസ് ഒരു പക്ഷേ അവിടെ ഒരു വിസ്മയം തീർക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം UDF നിലവിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് കൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറച്ച നിലപാടെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എൽദോസ് കുന്നപ്പള്ളിക്ക് വേണ്ടി രമേശ് ചെന്നിത്തല ഉയർത്തിയ വാദങ്ങൾ, നടത്തിയ നീക്കങ്ങളെല്ലാം തകർന്നടിഞ്ഞിരിക്കുന്നു. ഹൈക്കമാൻഡ് എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് കൊടുക്കുന്നില്ല എന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു എന്ന് എന്തായാലും ഇന്നത്തെ ഡൽഹിയിൽ സതീശൻ മാധ്യമങ്ങളെ കണ്ട് നടത്തിയ ആ ഒരു വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സതീശൻ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകൾക്കൊപ്പമല്ല. സതീശൻ പക്ഷത്തിലുള്ള ആളുകൾക്ക്, അതായത് ഷിയാസിനൊക്കെ സീറ്റ് കൊടുക്കണം എന്ന് ആവശ്യപ്പെടുന്ന ആളാണ്. എന്തായാലും പല പേരുകളും ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയുടേതായിട്ട് കേൾക്കുന്നുണ്ടെങ്കിലും ആ പേരുകളിൽ എങ്ങും ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയുടെ പേര് കാണാനില്ല. എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂരിൽ എന്തായാലും UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് നമുക്ക് ഇനി ഉറപ്പിച്ചു പറയാൻ കഴിയും. അപ്പോൾ എന്താകും ഇനി എൽദോസ് കുന്നപ്പള്ളിയുടെ നീക്കം, എൽദോസ് കുന്നപ്പള്ളി അനുയായികൾ നീക്കം എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എൽദോസ് കുന്നപ്പള്ളി അനുയായികൾ മുഴുവൻ സതീശനെ പൊങ്കാലിടുകയാണ്, സതീശനെ പൊളിച്ചടക്കുകയാണ്. ഇവൻ നമ്മുടെ പാർട്ടിയെ നശിപ്പിക്കും എന്ന് പറഞ്ഞൊക്കെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ വലിയ അതിരൂക്ഷമായിട്ടുള്ള അവരുടെ ആ ഒരു പ്രതിഷേധം സതീശനെതിരെ രേഖപ്പെടുത്തുന്ന കാഴ്ചയൊക്കെ കാണുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂരിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. എങ്ങനെയൊക്കെ വന്നാലും എൽദോസ് കുന്നപ്പള്ളിക്ക് പെരുമ്പാവൂരിൽ ഒരു വിഭാഗം കോൺഗ്രസ്സുകാരുടെ സപ്പോർട്ടുണ്ട്. ഒരു പക്ഷത്തിന്റെ സപ്പോർട്ട് അയാൾ സമാഹരിച്ചു വെച്ചിട്ടുണ്ട്. അവർ ഈ പറയുന്ന എൽദോസ് കുന്നപ്പള്ളി എങ്ങോട്ടേക്കാണോ പോകുന്നത് അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നിലവിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെ അദ്ദേഹം പോകാൻ ഒരു തീരുമാനമെടുത്താൽ രണ്ട് ഓപ്ഷനുകളാണ് അദ്ദേഹത്തിന്റെ മുമ്പിലുള്ളത്. നേരത്തെ NDA എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. കാരണം ലക്ഷ്മിപ്രിയയെ ഔദ്യോഗികമായിട്ട് NDA തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതാണ്. ഇന്ന് ലക്ഷ്മിപ്രിയ അവിടെ ഇല്ല. അപ്പോൾ സ്വാഭാവികമായും NDA സ്ഥാനാർത്ഥിയായിട്ട് വേണമെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് മത്സരിക്കാൻ കഴിയും. ഇപ്പോൾ ഈ ലക്ഷ്മിപ്രിയയ്ക്ക് മത്സരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി തന്നെ 2020 ഒരു പക്ഷേ എൽദോസ് കുന്നപ്പള്ളിയുമായി ഒരു ചർച്ച നടത്തി കാണാം, അല്ലെങ്കിൽ NDA BJP ഒക്കെ ഒരു ചർച്ച നടത്തി കാണാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അവരുടെ ആ ഒരു ചർച്ചയിൽ എൽദോസ് കുന്നപ്പള്ളി കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് പെരുമ്പാവൂരിൽ അദ്ദേഹം മത്സരിച്ചേക്കാം. ഉറപ്പില്ല, ഒരുപക്ഷെ അദ്ദേഹം മത്സരിച്ചേക്കാം. ഇനി അതല്ല, മറ്റൊരു രീതിയിലുള്ള ഒരു ഡിസിഷനാണ് അദ്ദേഹം എടുക്കുന്നതെങ്കിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കാൻ നിൽക്കും എന്നുള്ളതാണ്. എങ്ങനെയൊക്കെ നിന്നാലും എൽദോസ് കുന്നപ്പള്ളി ജയിക്കില്ല എന്ന് എൽദോസ് കുന്നപ്പള്ളിക്ക് അറിയാം. കുന്നപ്പള്ളി ഈ മത്സരത്തിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ള ഇത്ര മാത്രമാണ്, അതായത് തന്നെ തകർക്കാൻ ശ്രമിച്ച സതീശന് പണി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. സതീശനാണ് ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയുടെ മുഖ്യ വില്ലൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കും. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിച്ചാലും NDA സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചാലും കോൺഗ്രസിന്റെ ഒരു വലിയ വിഭാഗത്തിന്റെ വോട്ട് അത് എൽദോസിന് പോകും. അങ്ങനെ എൽദോസിന് പോകുമ്പോൾ
പൊതുവെ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് ആര് വരുന്നു, ഷിയാസോ അല്ലെങ്കിൽ മനോജ് മൂത്തേടനോ, അങ്ങനെ ആര് വന്നാലും അവർക്ക് ആർക്കും ഒരു വിജയ സാധ്യത ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആർക്ക് വിജയ സാധ്യത എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഗുണം ചെയ്യാൻ പോകുന്നത് LDF-നാണ്. LDF-ന്റെ സ്ഥാനാർത്ഥി ബേസിൽ പോളാണ്. കേരള കോൺഗ്രസ് എമ്മിനാണ് അവിടെ സീറ്റ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബേസിൽ പോള് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെന്നല്ല കുറെ വർഷങ്ങളായിട്ട് കോൺഗ്രസിൽ തന്നെയായിരുന്നു. കോൺഗ്രസിൽ നല്ല ബെൽറ്റുള്ള, കോൺഗ്രസുകാരുമായി നല്ല ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ബേസിലിന്റെ ആ ബന്ധവും ബേസിലിന്റെ ആ രീതിയിലുള്ള കണക്ഷൻസും എല്ലാം ഈ വോട്ടായിട്ട് LDF-ന് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വോട്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സാജു പോളിന് ശേഷം ബേസിൽ പോള് ആ മണ്ഡലം ഇടതുപക്ഷത്തേക്ക് എന്തായാലും അദ്ദേഹം കൊണ്ടുവരും. അത് LDF-ന് വലിയ നേട്ടമാകും. LDF പെരുമ്പാവൂർ പിടിച്ചടക്കും എന്നാണ് നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്ന ആ വ്യക്തി നിലവിൽ UDF-ന്റെ സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചിരുന്നെങ്കിൽ അത് UDF-ന് ഗുണമാകുമായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എന്റെ ഉത്തരം. കാരണം എൽദോസ് കുന്നപ്പള്ളി കഴിഞ്ഞ 10 വർഷം ആ മണ്ഡലത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒരു MLA എന്ന നിലയിൽ എൽദോസ് കുന്നപ്പള്ളി MLA ഒരു പൂർണ്ണ പരാജയമായിരുന്നു. ബൈപ്പാസ് വരുമെന്ന് പറഞ്ഞ് ജനങ്ങളെ കുറെ നാൾ പറ്റിച്ചു, അത് നടന്നില്ല. ശേഷം ഇദ്ദേഹം കുറെ വീട് പണിതു കൊടുക്കുമെന്നൊക്കെ എന്തോ പറഞ്ഞു നടന്നു, അതും പ്രാവർത്തിക്കൊന്നും ആയില്ല. ഇപ്പോ പെരുമ്പാവൂരിലെ അവസ്ഥ എന്താണ്? ലഹരി മാഫിയുള്ള ഹബ്ബായി, ഭായിമാരുടെ അഴിഞ്ഞാട്ടമാണ്. അതിനെ തടയിടാനായിട്ട് എൽദോസ് കുന്നപ്പള്ളി കഴിഞ്ഞു? ഇല്ല. അവസാനം സീറ്റ് കിട്ടില്ല എന്ന് എൽദോസിന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ എൽദോസ് എന്താണ് ചെയ്തത്? കുറെ ഗ്രാമയാത്ര, ആ യാത്ര, ഈ യാത്ര എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ച് നടന്നു നോക്കി. പക്ഷെ എല്ലാം വിഫലമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മാത്രമല്ല എൽദോസ് കുന്നപ്പള്ളി MLA-യുടെ തലയുടെ മുകളിൽ ഇരിക്കുന്ന ബലാത്സംഗ കേസും ഇപ്പോ വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. അങ്ങനെ പടലം എൽദോസ് കുന്നപ്പള്ളി ഇങ്ങനെ പൊട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ എൽദോസിന് ഒരു പിടിവള്ളി വേണം. എൽദോസ് കുന്നപ്പള്ളി അതുകൊണ്ട് തന്നെ LDF-ലേക്ക് എന്തായാലും പോകില്ല. LDF-ന് ഇയാളെ വേണ്ട എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് LDF-ലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു വിധത്തിലും LDF എൽദോസ് കുന്നപ്പള്ളി അഡ്മിറ്റ് ചെയ്യാനും എടുക്കാനും ഒരു സാധ്യതയില്ല. കാരണം ബലാത്സംഗ കേസ് അടക്കം മൂപ്പര തലയിലുണ്ട്. കോൺഗ്രസുകാർക്ക് അത്ര വേണ്ടപ്പെട്ടവനുമല്ല. ഈ എടുത്തത് കൊണ്ട് കോട്ടം മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് LDF-ന് അറിയാം. അതുകൊണ്ട് LDF രാഹുൽ മാങ്കൂട്ടത്തേക്ക് എങ്ങനെയാണോ കാണുന്നത് ആ രീതിയിലായിരിക്കും ഒരു പക്ഷെ എൽദോസിനെയും കണ്ടിട്ടുണ്ടാവുക. ഇത് ഇങ്ങനെ പയ്യെ മാറ്റി നിർത്തിയേക്കുകയാണ്. എന്തായാലും എൽദോസ് ഈ പറയുന്ന വിൻസെന്റിന് സീറ്റ് കൊടുത്ത കാര്യത്തിലും ഒക്കെ വലിയ എതിർപ്പ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും എൽദോസിന് ഒരു കാര്യം ആലോചിക്കാൻ കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഇങ്ങനെ ഒരു പുതിയൊരു പാർട്ടിയെ രൂപീകരിച്ച് പോകുന്നുണ്ടെങ്കിൽ രാഹുലിനെയും കൂടെ കൂട്ടാണ്. കാരണം രാഹുലിന് സീറ്റ് ഇല്ലല്ലോ. അപ്പൊ രാഹുലിനും എൽദോസിനും മാത്രമാണ് സീറ്റ് ഇല്ലാത്ത അവസ്ഥയുള്ളത്. രണ്ടുപേരും സമാനമായിട്ടുള്ള ബലാത്സംഗ കേസുകളിലെ പ്രതികളാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോ അത് വലിയ പ്രശ്നമായി ഇങ്ങനെ നിൽക്കുമ്പോൾ എൽദോസ് കുന്നപ്പള്ളി ഒരു വഴി വെട്ടി പോവുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടവും ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ വഴി വെട്ടിയേക്കാം. കേട്ടോ, അതൊന്നും പറയാൻ പറ്റില്ല. ഇവരുടെ കാര്യം ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണ്, നാളത്തെ 2020 ആണ്. അതാണ് നമ്മൾ കാണുന്നത്. ഈ പെരുമ്പാവൂരോട് തൊട്ട് ചേർന്നുള്ള കുന്നത്നാട് മണ്ഡലത്തില് KPCC വൈസ് പ്രസിഡന്റിനെതിരായിട്ട് മത്സരിക്കുന്നത് മുൻ DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബാബു ദിവാകരനാണ്. അത് മാത്രമല്ല കൊട്ടാരക്കരയിൽ നമുക്കറിയാമല്ലോ R രശ്മി UDF-ന്റെ പഴയ സ്ഥാനാർത്ഥിയായിരുന്നു, ഇപ്പൊ NDA-യുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. അങ്ങനെ എടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേരുകളുണ്ട്. അതുകൊണ്ട് എന്തായാലും ഈ പറയുന്ന എൽദോസ് കുന്നപ്പള്ളി പോയിട്ടുണ്ടെങ്കിൽ അത് വിസ്മയമാണെന്നും അല്ലെങ്കിൽ അത് നമ്മളിങ്ങനെ ഓർത്ത് ഞെട്ടലോടെ അയ്യോ എൽദോസ് കുന്നപ്പള്ളി പോയോ എന്നൊന്നും കരുതേണ്ട കാര്യമില്ല. കുന്നപ്പള്ളി ഒരുപക്ഷെ പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ലക്ഷ്മിപ്രിയ അവസാനം എൽദോസ് കുന്നപ്പള്ളിക്ക് ഒരു അനുഗ്രഹമായി മാറിയോ എന്ന് കാത്തിരുന്ന് കാണാം.